ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ നേരിട്ട് കടന്നുപോവുകയും അതിനെ ഇറാന്റെ പ്രതിരോധം തകർത്തു എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ യു.എ.ഇ.യിൽ ഭീതിയുണർത്തി. ഫുജൈറയിലെ എണ്ണമേഖലയിൽ തീപിടുത്തം, ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ, പല സ്ഥലങ്ങളിലും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തനക്ഷമമായി. ഇറാൻ ഈ ആക്രമണങ്ങൾ നിഷേധിച്ചെങ്കിലും ലോകം മുഴുവൻ വിരൽ ചൂണ്ടുന്നത് ടെഹ്റാനിലേക്കാണ്. അമേരിക്കയുടെ മുന്നറിയിപ്പ് വളരെ കടുത്തതാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടെങ്കിൽ ഇറാൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കപ്പെടും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനൊപ്പം ഇസ്രായേലും തയ്യാറായിരിക്കുകയാണ്. വാഷിംഗ്ടൺ സിഗ്നൽ കൊടുത്താൽ ഇറാനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങും എന്നാണ് അവരുടെ നിലപാട്. ഗൾഫ് രാജ്യങ്ങൾക്കും ഇനി മിണ്ടാതിരിക്കാനാവില്ല. യു.എ.ഇ തുറന്ന മുന്നറിയിപ്പ് നൽകി, ഇറാനെതിരെ തിരിച്ചടി ഉറപ്പ്. അതിനിടെ ഇറാന്റെ ആർമി ചീഫ് വ്യക്തമാക്കി, അമേരിക്കൻ കഴുകന്മാർ റഡാറിന്റെ കണ്ണു വെട്ടിച്ചു കടലിടുക്ക് കടന്നു എന്ന അതിബുദ്ധി കാട്ടിയെന്നും അതിനുള്ള തിരിച്ചടിയാണിപ്പോൾ തങ്ങൾ നടത്തുന്നതെന്നും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ നിലപാടിനാണെന്നും. ഇതൊരു സാധാരണ സംഘർഷമല്ല, ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ഒരു സ്ഫോടക അവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെടുകയോ യുദ്ധഭൂമിയാവുകയോ ചെയ്താൽ അതിൻ്റെ ആഘാതം പെട്രോൾ വില മുതൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ വരെ എല്ലായിടത്തും കാണും. ഇനിയൊരു ചോദ്യമുള്ളത്, ഇത് വെറും ശക്തി പ്രദർശനമാണോ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമോ എന്നുള്ളതാണ്. ദുരിതകാലത്തും നമ്മളെ സഹായിച്ച ഇറാനോട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഇതിൽ ഇന്ത്യ ചൈനയ്ക്കും റഷ്യയ്ക്കുമൊപ്പം ഇറാന് വേണ്ട സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ കടുത്ത സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അഹങ്കാരവും ധിക്കാരപരവുമായ സമീപനം ഈ ലോകത്തെ തന്നെ കലാപഭൂമിയാക്കും.